ലക്ഷങ്ങൾ മുടക്കി പഠിച്ചു, നല്ല സാലറിയുള്ള ജോലിയും കിട്ടി. പക്ഷെ ഇപ്പോഴും ലൈഫ് അത്ര ഹാപ്പി അല്ല ഫൈനാൻഷ്യലി. ശരിയാണോ? ഇങ്ങനൊരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടോ? കാരണം എന്താ? സിമ്പിളാണ്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ പറ്റിയിട്ട് വ്യക്തമായുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ട്. ചില ആളുകളെ കാണുമ്പോൾ തോന്നും ഇന്ന് പലരും ഒരു ഫാന്റസി വേൾഡിലാണ് ജീവിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ പറയാൻ കാരണം വരവിനെ പറ്റി ചിന്തിക്കാതെ ചിലവുകൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകൾ ഉള്ളതുകൊണ്ടാണ്. ഇത് വളരെ വലിയൊരു അപകടമാണ്. ഇന്ന് നമ്മുടെ ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഫൈനാൻഷ്യൽ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളെ. എൻ്റെ പേര് റിൻഷാദ് ഫിർദൌസ്. എൻ്റെ അനുഭവങ്ങളും ഞാൻ നടത്തിയുള്ള റിസർച്ചും വെച്ചിട്ട് ഒരു പേഴ്സൺ അയാളുടെ ഫൈനാൻസിനെ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു പെർക്യാപ്, ദ പേഴ്സണൽ ഫൈനാൻസ് അക്കാഡമി. വെറും 4 കാര്യങ്ങളാണ് ഒരു വ്യക്തി ഫൈനാൻഷ്യലി നല്ല രീതിയിൽ ജീവിക്കാൻ ചെയ്യേണ്ടിയുള്ളൂ. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ തന്നെ വളരെ പീസ്ഫുൾ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഏതൊരാൾക്കും ഫൈനാൻഷ്യലി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ 1, ഏൺ മണി, ഏൺ മോർ മണി. 2, പ്രൊട്ടക്ട് യുവർ മണി. 3, ക്ലിയർ യുവർ ഡെബ്റ്റ്സ്. 4, ഇൻവെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ. ഈ 4 കാര്യങ്ങളും എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ്, ഏൺ മണി, ഏൺ മോർ മണി. പണം സമ്പാദിക്കുക, കൂടുതൽ പണം സമ്പാദിക്കുക. കാരണം കൂടുതൽ പണം സമ്പാദിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, എല്ലാവരും കൂടുതൽ പണം സമ്പാദിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഓരോ ആളുകളും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രീതികൾ വളരെ ഡിഫറൻ്റ് ആണ്. ചിലർ വളരെ മിനിമലായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, മറ്റു ചിലർ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അങ്ങനെ വരുമ്പോൾ എല്ലാവരും കൂടുതൽ പണം സമ്പാദിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ ഉണ്ട്. കാരണം അത് ഇന്നത്തേക്ക് വേണ്ടിയല്ല, നാളത്തേക്ക് വേണ്ടി. കാരണം വളരെ മിനിമലായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒരുപക്ഷെ ഒരൊറ്റ സോഴ്സ് ഓഫ് ഇൻകത്തിൽ മാത്രമായിരിക്കും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ആ ഒരു ഇൻകം കിട്ടാൻ ഡിലേ ആവുകയോ അല്ലെങ്കിൽ ആ ഇൻകം നഷ്ടപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവരുടെ ലൈഫിനെ വളരെ മോശമായിട്ട് ബാധിക്കും. അതിന് എത്ര മിനിമലായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പോലും. അതുകൊണ്ട് നാളെ ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പണം സമ്പാദിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് കൃത്യമായുള്ള ധാരണയാണ് നമ്മുടെ വരവ് ചിലവുകളെ പറ്റിയിട്ട്. കാരണം ഇന്ന് ഫൈനാൻഷ്യൽ ക്രൈസിസ് അനുഭവിക്കുന്ന ആളുകൾക്ക് ഇല്ലാതെ ഇതും ഒരുപക്ഷെ ഈ പറയുന്ന കൃത്യമായുള്ള ധാരണ തന്നെയായിരിക്കും. അവരുടെ വരവിനെയും ചിലവിനെയും അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ആ ഒരു സിറ്റുവേഷനിലേക്ക് അവർ എത്തിച്ചേരാൻ പോലും കാരണമായിട്ടുണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ട് ഒരു പേപ്പറും പേനും എടുത്ത് എഴുതുക, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലാണെങ്കിൽ പോലും നമുക്ക് നോട്ട് ചെയ്യാം നമ്മുടെ ഇൻകം എത്രയാണ്, നമ്മുടെ എക്സ്പെൻസസ് എത്രയാണ്. ഈ ഒരു ഡാറ്റ കിട്ടിയാലാണ് എവിടെയാണ് നമ്മൾ ഓവർ സ്പെൻഡ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. സോ ഇത് കിട്ടിയാലാണ് നമുക്ക് ഒരു ബഡ്ജറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഫോർകാസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഇപ്പൊ നമ്മൾ പണം സമ്പാദിച്ചു, കൂടുതൽ പണം സമ്പാദിച്ചു, നമ്മുടെ വരവ് ചിലവുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കി, അതിലൂടെ ബഡ്ജറ്റിംഗും ഫോർകാസ്റ്റിംഗ് എല്ലാം നമ്മൾ ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഉണ്ടാക്കിയ പണത്തെ പ്രൊട്ടക്ട് ചെയ്യുക. സോ ദ സെക്കൻഡ് പോയിന്റ് ഈസ് പ്രൊട്ടക്ട് യുവർ മണി. പൈസ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും കഴിയണം. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. എങ്ങനെയാണ് പണത്തെ പ്രൊട്ടക്ട് ചെയ്യുക? പണം നഷ്ടപ്പെടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൺഎക്സ്പെക്റ്റൻസി. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചിലവുകൾ കാരണം നമ്മൾ ഉണ്ടാക്കിയ പൈസ മുഴുവൻ ആ ഒരു കാര്യത്തിന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഒരു വലിയ കാലയളവിൽ നമ്മൾ സമ്പാദിച്ച പണം തീർന്നു പോവുകയും വീണ്ടും എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടിയും വരുന്നു. എത്രത്തോളം കഷ്ടമാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 2 രീതിയിൽ നമുക്ക് പണത്തെ പ്രൊട്ടക്ട് ചെയ്യാം. 1, എമർജൻസി ഫണ്ട്. 2, ഇൻഷുറൻസ്. എന്താണ് എമർജൻസി ഫണ്ട്? എങ്ങനെയാണ് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്? സാധാരണ 6 to 12 months എക്സ്പെൻസസ് ആണ് ഒരാൾ എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ പറ്റിയിട്ട് വ്യക്തമായുള്ള ധാരണ ഇല്ലാത്ത ആളുകൾ ഒരു പക്ഷേ ഈ ഒരു കാലയളവ് കൊണ്ടിട്ട് ഒരു വലിയ കടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സംശയം വരാം, കടങ്ങൾ തീർത്തതിന് ശേഷമല്ലേ ഇതുപോലുള്ള എമർജൻസി ഫണ്ട് ആണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും എടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. കടം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 6 to 12 months എക്സ്പെൻസസ് എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യണം. അതിനുശേഷം ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷേ കടം ഉള്ള ആളാണെന്നുണ്ടെങ്കിലും അഗ്രസീവായിട്ട് കടങ്ങൾ വീട്ടുന്നതിന് മുന്നേ എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നിർബന്ധമാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം, നമുക്ക് എക്സസ് ആയിട്ട് കിട്ടുന്ന എമൗണ്ട് അഗ്രസീവായിട്ട് നമ്മൾ കടം വീട്ടാനാണ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു എക്സ്പെൻസ്, അത് ചെറിയ എക്സ്പെൻസ് ആണെങ്കിൽ പോലും നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇൻകം വെച്ച് നമ്മുടെ ഒരു ഡെയിലി എക്സ്പെൻസ് പോലും നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കണം എന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലറി ഡിലേ ആവുക, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയുള്ള കാര്യങ്ങൾ സംഭവിക്കുക പോലുള്ള കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കടമെടുക്കേണ്ടി വരും. അങ്ങനെ കടമെടുക്കുമ്പോൾ ഒരുപക്ഷെ പെട്ടെന്നുള്ള ആവശ്യമായതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് റേറ്റ്സിൽ വരെ നമ്മൾ കടമെടുക്കാൻ വേണ്ടി നമ്മൾ നോക്കും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നത് വിചാരിക്കാം. അതിന്റെ നല്ലൊരു ഗ്രോത്ത് കാണണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. പക്ഷേ ഡെപ്റ്റിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്.
ഏതെങ്കിലും ഒരു മാസത്തെ EMI മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ ഇൻട്രസ്റ്റും ചാർജസും വളരെ പെട്ടെന്നായിരിക്കും വലുതാവും, പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് ലോൺസ് പോലുള്ള കാര്യങ്ങൾ. സോ ഇങ്ങനത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്? അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും 6 മാസത്തെ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മിനിമം ഒരു 2 മാസത്തെങ്കിലും എക്സ്പെൻസസ് എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അൺസർട്ടനിറ്റീസ് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഇമ്മീഡിയറ്റ് പ്രൊട്ടക്ഷൻ തരും. 2, ഇൻഷുറൻസും നമ്മൾ എടുക്കുന്നത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഷുറൻസ് അവൈലബിൾ ആണ്. ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ഓട്ടോമൊബൈൽ ഇൻഷുറൻസ്, ട്രാവൽ ഇൻഷുറൻസ്, അങ്ങനെ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് ഓരോ ഇൻഷുറൻസസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതെല്ലാം ഒരു വ്യക്തി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ഏറ്റവും നിർബന്ധമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. കാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ നോക്കിയാൽ ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കാനും കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മെഡിക്കൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്തതാണ്. മാത്രമല്ല നമ്മുടെ രാജ്യത്ത് മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 14%. ഇത് ഏഷ്യൻ കൺട്രീസിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പെൻസ് കവർ ചെയ്യാനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഡെപ്സിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം മിനിമം 2 മാസം എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്ത് അതിനുശേഷം ഇൻഷുറൻസ് എടുത്ത് എന്നിട്ട് ഡെപ്സ് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ കടങ്ങളിൽ നിന്നുള്ള പ്രഷർ താങ്ങാനും പറ്റില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ വെയ്റ്റഡ് ആവറേജിംഗ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഏതാണോ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് അതിലേക്ക് നമുക്ക് കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാം. കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഉള്ള കടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കടം വീട്ടുന്നതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലെങ്കിൽ വളരെ പെട്ടെന്നായിരിക്കും ആ കടം കൂടി വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഇൻകവും എക്സ്പെൻസും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം ഒരു 5000 രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കാം. അതല്ലെങ്കിൽ ഒരു അതർ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ കണ്ടെത്തി ഒരു 5000 രൂപ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കടമുള്ള വ്യക്തിയാണെങ്കിൽ അതിന്റെ ഒരു 50% കടം വീട്ടുന്നതിനായിട്ട് മാറ്റി വെക്കുക, 30% ഒരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക, ദെൻ ബാക്കി വരുന്ന 20% ഇൻഷുറൻസ് പ്രീമിയം അടക്കാനായിട്ട് നമ്മൾ മാറ്റി വെക്കുക. ഇനി നേരെ തിരിച്ചാണെന്ന് വെക്കുക. അതായത് കൂടുതൽ കടം ഒന്നും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നേരെ 50% ഒരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യാനും ഒരു 30% ഇൻഷുറൻസ് പ്രീമിയം അടക്കാനും 20% നമ്മുടെ ഡെപ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മാത്രമല്ല ഇൻഷുറൻസ് പ്രീമിയം എമൗണ്ട് ഒക്കെ നമുക്ക് EMI ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. കാരണം ഓരോ ആളുകളുടെയും സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാത്രമേ അയാൾക്കുള്ള ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. 3, ക്ലിയർ യുവർ ഡെപ്സ് എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കുറച്ച് പറഞ്ഞു, ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡെപ്സ് ക്ലിയർ ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്ന 2 മാർഗങ്ങളാണ് അവലാഞ്ച് മെത്തേഡും സ്നോബോൾ മെത്തേഡും. അതിൽ എനിക്ക് കുറെ കൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അവലാഞ്ച് മെത്തേഡാണ്. അതായത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള കടങ്ങൾ ഏറ്റവും ആദ്യം അടച്ചു തീർക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ കൂടുതൽ പണം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇവിടെയും ഒരു വെയ്റ്റഡ് ആവറേജിംഗ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്കുള്ള കടങ്ങളെ നമ്മൾ തരംതിരിക്കുക. എത്ര കടങ്ങളാണ് നമുക്കുള്ളത് നോക്കുക. അതിൽ ഓരോന്നിൻ്റെയും ഇൻട്രസ്റ്റ് റേറ്റ്സുകൾ നമ്മൾ നോക്കുക. എത്ര സമയം കൊണ്ടാണ് നമ്മൾ ഇനി അത് അടച്ചു തീർക്കേണ്ടതെന്ന് നോക്കുക. എന്നിട്ട് ഏതിനാണോ കൂടുതൽ വെയിറ്റേജ് എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ കടങ്ങൾ ആദ്യം നമ്മൾ അടച്ചു തീർക്കാൻ ശ്രമിക്കുക. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ ചെയ്യാൻ പറ്റിയാൽ കൂടുതൽ പണം നമുക്ക് ഇതിൽ നിന്ന് സേവ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദ 4th one, ഇൻവെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ. നാളേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇന്ന് ഒരു സ്മാർട്ട് ഫോണും അതിലൊരു ഇന്റർനെറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ എവിടെ നിന്നും എത്ര എമൗണ്ട് വേണമെങ്കിലും ഏത് അസറ്റ് ക്ലാസ്സസിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ എന്തിനാണ് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. വീട് മേടിക്കാൻ, കാർ മേടിക്കാൻ, കല്യാണം നടത്താൻ, അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഞാൻ പറയും എല്ലാവരും നിർബന്ധമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യണം നമ്മുടെ ഓരോരുത്തരുടെയും റിട്ടയർമെന്റിന് വേണ്ടിയിട്ട്. കാരണം ഒരു വ്യക്തിക്ക് ആക്റ്റീവ്ലി ജോലി ചെയ്യുന്നതിൽ ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ റിട്ടയർമെന്റ് എന്നുള്ളത് എല്ലാവരും ലൈഫിൽ നിർബന്ധമായിട്ടും പ്ലാൻ ചെയ്യേണ്ട ഒന്നാണ്. മാക്സ് ലൈഫ് ഇൻഷുറൻസ് നടത്തിയിട്ടുള്ള സർവേ നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നത് 2 ഇന്ത്യക്കാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾ ചിന്തിക്കുന്നത് തന്റെ റിട്ടയർമെന്റ് തന്റെ കുട്ടികളുടെ കൂടെ ചെലവിടാം എന്നുള്ളതാണ്. അതായത് കുട്ടികളുടെ തണലിൽ കഴിയാം എന്നുള്ളതാണ്. മറ്റൊന്നിൽ പറയുന്നത് 5 ഇന്ത്യക്കാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 ഇന്ത്യക്കാരും വിശ്വസിക്കുന്നത് അവരുടെ റിട്ടയർമെന്റ് ഫണ്ട് ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. മറ്റൊന്നിൽ പറയുന്നത് 10 ഇന്ത്യക്കാരെടുത്താൽ അതിൽ 9 പേരും തന്റെ 50ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാത്തതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സങ്കടം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. അതിലൊന്നാണ് നമ്മുടെ പാരൻസിന്റെ കാര്യം. അതായത് പല പാരൻസും അവരുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് സ്വയം ജീവിക്കാൻ മറക്കും. എന്തുകൊണ്ടാണ്? ഒരു പ്രായത്തുന്ന സമയത്ത് തൻ്റെ കുട്ടികൾ തന്നെ നോക്കിക്കോളും എന്നുള്ള കോൺഫിഡൻസിലാണ്.
പക്ഷേ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒരു പ്രായം എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് തൻ്റെ കുട്ടികൾ തന്നെ തള്ളി പറയാൻ തുടങ്ങും. എത്ര ഓൾഡ് ഏജ് ഹോമുകളാണ് ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പണ്ടൊക്കെ നോക്കിയാൽ ഈ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല. ശരിക്കും എത്ര കഷ്ടമാണ് ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. എനിവേ, ഇതെല്ലാം നമ്മുടെ ടോപ്പിക് എങ്കിലും റിട്ടയർമെന്റ് കോർപ്പസ് എന്ന് പറയുന്നത് എല്ലാവരും നിർബന്ധമായിട്ടും ജനറേറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഉണ്ടാക്കുന്ന പൈസ നമുക്ക് വളർത്താൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ മരണം വരെ പണിയെടുക്കേണ്ടി വരും എന്നുള്ളത് ഷുവറാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ന് നമുക്കൊരു 1000 രൂപ കിട്ടി. നാളെ ഇതിനെ ഒരു 1100 രൂപ എന്ന രീതിയിൽ മാറ്റാൻ കഴിയുമ്പോഴാണ് നമ്മുടെ പൈസ വളരുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന റിട്ടയർമെന്റ് കോർപ്പസ് എമൗണ്ട് ആയിട്ടുള്ള കോടികളൊക്കെ നമുക്ക് ഇന്ന് കിട്ടുന്ന ചെറിയ സാലറിയിൽ നിന്ന് പോലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സുകൾ ഓരോരുത്തരും വരുത്താറുണ്ട്. അതിലൊന്ന്, പലരും പറയുന്നതായിട്ട് പല സ്ഥലങ്ങളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് നല്ലതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ കയ്യിലുള്ള പൈസ മൊത്തം ആ മ്യൂച്വൽ ഫണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇത് കംപ്ലീറ്റ്ലി റോങ് ആണ്. കാരണം ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ആശ്വാസം ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും. പക്ഷേ അതൊരിക്കലും നമ്മുടെ പർപ്പസിനെ മീറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് റിട്ടയർമെന്റിന് എടുക്കാം. നിങ്ങൾക്ക് റിട്ടയർമെന്റ് കോർപ്പസ് ആയിട്ട് വേണ്ടത് ഒരു 5 കോടി രൂപയാണെന്ന് വിചാരിക്കാം. പക്ഷേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ പലരും പറഞ്ഞു കേട്ട് റാൻഡമായിട്ട് ഏതൊക്കെയോ അസറ്റ് ക്ലാസ്സിൽ കൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കാം. ഒരു 10-20 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ 20 വർഷം കഴിയുമ്പോൾ 50 ലക്ഷം രൂപയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് 5 കോടി രൂപയുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി വരുന്ന 4.5 കോടി രൂപ എന്ന് പറയുന്നത് നിങ്ങളുടെ നഷ്ടമാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനെടുത്ത സമയവും 20 വർഷം അല്ലെങ്കിൽ 10 വർഷം 20 വർഷം എന്ന് പറയുന്നതും ഒരു വലിയ നഷ്ടം തന്നെയാണ്. കാരണം സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണ്. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫയർ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് റിട്ടയർ എയർലി. നമ്മുടെ ഇൻകവും എക്സ്പെൻസും മനസ്സിലാക്കിയിട്ട് എത്ര കോർപ്പസ് എമൗണ്ട് ആണ് നമുക്ക് റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതിനുശേഷം ആ ഒരു എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ അസറ്റ് ക്ലാസ്സസിൽ എത്ര എമൗണ്ട് വെച്ച് എത്ര കാലത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമാണ് ഈ പറയുന്ന ഏർലി റിട്ടയർമെന്റ് നമുക്ക് പോസിബിൾ ആവുള്ളൂ. റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഏതൊരു ഫൈനാൻഷ്യലി കണക്റ്റഡ് ആവുന്ന ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മുടെ പർപ്പസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ അതിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ തിരഞ്ഞെടുക്കുകയും അത് ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ്. സോ ഫൈനാൻഷ്യലി പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ വേണ്ടി ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങളുള്ള ആൾക്കാരുണ്ടാവും, പല ഡൗട്ട്സുള്ള ആളുകളുണ്ടാവും. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കമന്റ്സിലൂടെ അറിയിക്കാവുന്നതാണ്. സോ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.